ഇനി നമുക്ക് പോകേണ്ട ഒരു സ്റ്റാർ മണ്ഡലമാണ് വയനാട്. തീവാർന്ന പോരാട്ടം നടക്കുന്ന വയനാട്. വയനാടിലെ തണുപ്പൊന്നും ഈ പോരാട്ടത്തിൻ്റെ ചൂടിനെ ശമിപ്പിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇക്കുറിയും ദേശീയ പ്രാധാന്യം ലഭിച്ച മണ്ഡലമാണ് വയനാട്. നിങ്ങൾക്കറിയാം, ദേശീയ രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്ന വയനാട് ഒരുപക്ഷെ ഏറ്റവും വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ആനി രാജയാണ് LDF സ്ഥാനാർത്ഥി, അതേപോലെ കെ സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ എൻ ഡി എ LDF സഖ്യത്തിന് വെല്ലുവിളി ഉയർത്തി അവിടെ വലിയൊരു സ്ഥാനാർത്ഥിയായി നിലകൊള്ളുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സുർജിത്ത്, ഒരുപക്ഷെ കഴിഞ്ഞ തവണയെ പോലെ തന്നെ ദേശീയ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ് വയനാട്. വലിയ നേതാക്കന്മാരൊക്കെ വന്നിറങ്ങുന്നു വയനാട്ടിൽ. എന്താണ് വയനാടിൻ്റെ ഹൃദയ താളം ഇപ്പോൾ? SKN ഇന്ന് കൊട്ടിക്കലാശം ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ വീണ്ടും മത്സരിക്കുന്നു. മത്സര സാന്നിധ്യം തന്നെയാണ് ഏറ്റവും ഈ മണ്ഡലത്തെ സവിശേഷമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേശീയ പ്രാധാന്യം. കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി ആണ് വയനാട് രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത്. ഇത്തവണ എന്തു സംഭവിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാരണം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, എതിരാളികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ള 2 സ്ഥാനാർത്ഥികൾ ഇവിടെ മുഖാമുഖം ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതായത് ആനി രാജ LDFന്റെ സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ഇവിടെ കഴിഞ്ഞ 2 മാസത്തോളമായി അവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് 10 തവണയെങ്കിലും ഒരു മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തുന്ന നിലയിലേക്ക് അത്തരത്തിൽ പ്രചാരണം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല, ദേശീയ നേതാക്കൾ ബൃന്ദ കാരാട്ട് ഉൾപ്പെടെയുള്ള D രാജ അടക്കമുള്ള ദേശീയ നേതാക്കൾ, ഇടതുമുന്നണിയുടെ ദേശീയ നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തി മടങ്ങി. രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനെ സംബന്ധിച്ചാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി എത്തിയിരുന്നു. ഇന്നും പ്രിയങ്ക ഗാന്ധി എത്തുന്നുണ്ട്. 3 ഇടങ്ങളിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പ്രചാരണം നടത്തുന്നത്. ഒന്ന് കമ്പളക്കാട്, അവർ ഉച്ചയോടുകൂടി കമ്പളക്കാടെത്തും. അതിനുശേഷം ഇവിടെ നിന്നും നേരെ പോകുന്നത് ഈ എടക്കര എന്ന് പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ പ്രദേശത്തേക്കാണ്. അവിടെ പ്രചാരണം നടത്തും. അതിനുശേഷം വണ്ടൂരിലേക്ക് പോകും. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം ഇന്നും ഉണ്ട്. ദേശീയ നേതാക്കൾ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. അത്തരത്തിൽ ദേശീയ നേതാക്കളുടെ നീണ്ട നിര, DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി അടക്കമുള്ള ദേശീയ നേതാക്കളുടെ നീണ്ട നിര തന്നെ വയനാട്ടിലേക്ക് കോൺഗ്രസിന്റെ പ്രചാരണത്തിന് വേണ്ടി, UDFന്റെ പ്രചാരണത്തിന് വേണ്ടി എത്തിയിരുന്നു. അതോടൊപ്പം BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് K സുരേന്ദ്രനാണ്. സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കും നേരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ഇവിടെ നിയോഗിക്കാൻ വേണ്ടി BJP ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. അങ്ങനെയാണ് K സുരേന്ദ്രൻ ഇവിടേക്ക് എത്തുന്നത്. ഈ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ വയനാടിന്റെ അടിസ്ഥാന വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ ദേശീയ വിഷയങ്ങളും പരാമർശിക്കുന്ന വിധത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോയത്. എന്തായാലും പ്രചാരണത്തിന് ഇന്ന് പരിസമാപ്തി കുറിക്കും. ഇന്ന് രാവിലെ തന്നെ ഈ അണ്ണാമല ഉൾപ്പെടെയുള്ള BJPയുടെ നേതാക്കൾ എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും അദ്ദേഹം മാനന്തവാടിയിൽ K സുരേന്ദ്രന് വേണ്ടി റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി UDFന് വേണ്ടി നടക്കുന്നു. ഒപ്പം തന്നെ ആനി രാജ രാവിലെ മുതൽ തന്നെ സജീവമാണ് പ്രചാരണ രംഗത്ത്. ഇവിടെ നിന്നും മീനങ്ങാടിൽ നിന്ന് റോഡ് ഷോ തുടങ്ങി. അവിടെ നിന്നും മാനന്തവാടി വരെയാണ് റോഡ് ഷോ. അവിടെ നിന്ന് പടിഞ്ഞാറേത്തറ വഴി ചുറ്റി ഏറ്റവും ഒടുവിൽ കൽപ്പറ്റ നഗരത്തിൽ എത്തിച്ചേരും. കൽപ്പറ്റ നഗരത്തിൽ 5 മണിക്ക് മുമ്പായി റോഡ് ഷോ സമാപിക്കും. ആ റോഡ് ഷോയിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും 2 സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തും. രാഹുൽ ഗാന്ധി എത്തിയത് 2 തവണ മാത്രമാണ്. ഒന്ന് നാമനിർദ്ദേശ പത്രിക നൽകാൻ, അതിനുശേഷം വീണ്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തി 6 ഇടങ്ങളിൽ റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു. അത്തരത്തിൽ വാശിയേറിയ പ്രചാരണം തന്നെയായിരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥിരമായി എത്താത്തതിന്റെ കുറവ് നികത്താൻ നേതാക്കൾ, അതായത് MLA മാരും മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ വീട് കയറി ക്യാമ്പയിൻ ചെയ്യുന്നതും നമ്മൾ കണ്ടു. അത്തരത്തിൽ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനുള്ള ദൗത്യമാണ് മുന്നണികളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. 14 ലക്ഷത്തിലധികം വോട്ടർമാരുള്ള മണ്ഡലമാണ്. ഇതിൽ 3 മണ്ഡലം ചുരം കയറിയെത്തുമ്പോൾ 3 മണ്ഡലം കൽപ്പറ്റയും മാനന്തവാടിയും അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയും, താഴെ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി മണ്ഡലം, ഏറനാടും നിലമ്പൂരും വണ്ടൂരും ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ. അങ്ങനെയാണ് മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം. എന്തായാലും താഴെയാണ് ഏറ്റവും അധികം വോട്ടർമാർ. പേര് വയനാട് മണ്ഡലം എന്നാണെങ്കിലും താഴെയാണ് ഏറ്റവും അധികം വോട്ടർമാർ. വിധിയെഴുത്ത് നടക്കാൻ പോകുന്നു. ആര് നേടും എന്നുള്ളത് കാതോർക്കുന്നു. അത്തരത്തിൽ പ്രചാരണത്തിന്റെ അവസാന ദിവസം വേറെ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ കമ്പമല എന്ന് പറയുന്ന പ്രദേശത്ത് മാവോയിസ്റ്റ് സംഘം എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്തിയിരുന്നു. അവർ അവിടെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം നടത്തിയിരുന്നു. അതിനുശേഷം 20 മിനിറ്റോളം അവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളുമായി അവർ സംസാരിച്ചു. അവിടെ മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം അവർ മക്കിമല ഭാഗത്തേക്കുള്ള കാട്ടിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. 84 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെ തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ നടക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാടുമായി ഏറ്റവും കടുത്തൊരു പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് വയനാട്. വയനാട്ടിലും ഇന്ന് കൊട്ടിക്കലാശമാണ്.